ഗുണയ്ക്കിലേക്ക് എത്തുന്നത്, ഞാൻ കമൽഹാസൻ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് കാണണം, രാജ് കമലിൻ്റെ ഓഫീസിലേക്കൊന്ന് വരാമെന്ന് ചോദിച്ചു. ഞാനവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് തനിയാവർത്തനം ഒന്ന് തമിഴിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. കാരണം നമ്മളെക്കാളും കൂടുതൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കൂടുതലുള്ള, പ്രത്യേകിച്ച് തമിഴ് ഗ്രാമങ്ങളിലൊക്കെ അത് കൂടുതലായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ആൾക്കാർക്കോ അങ്ങനെ ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്നൊരു പശ്ചാത്തലം അവിടെ ഉണ്ടല്ലോ. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് കമൽ വളരെ ഹാപ്പിയായി. അപ്പോൾ ആ പടം ചെയ്യുന്നത് കമലിൻ്റെ മാനേജർ DNS എന്ന് പറയുന്നത്, DN സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് കമലിൻ്റെ സ്ഥിരം മാനേജറാണ്, ഏജ്ഡ് ആയിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ പുള്ളിക്ക് കൊടുത്തൊരു ഡേറ്റാണ്, പുള്ളിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ കമൽ ധരിച്ചത് ഒരു ചെറിയ ബഡ്ജറ്റിലൊരു പടം പുള്ളിക്ക് ചെയ്ത് കൊടുക്കാം, സഹായിക്കാനുള്ള ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാനും പുള്ളിക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ DNS എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, സാർ എനിക്ക് കിടച്ച ഡേറ്റ് ഇത് ரொம்ப ക്ലാസിക് പടം സാർ, ഇങ്ങനെ പോവാതെ ഇത് നമുക്കൊരു കൊമേഴ്ഷ്യൽ പടം വേണക്കൂടാതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ അവർക്കിட்ட ചൊല്ല്, കമൽ സാർക്കിட்ட കമൽ പറയുന്ന പോലെ ചെയ്യാം. ഞാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു പടം ചെയ്യും, കുഴപ്പമില്ല എന്നും. അപ്പോൾ പുള്ളി പോയി പറഞ്ഞു സാർ അത് വേണ്ട, നമുക്ക് കുറച്ചുകൂടെ കൊമേഴ്ഷ്യലായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സിനിമ, പിന്നെ കമൽ നമുക്ക് വേറെ കഥ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കഥ ആലോചിച്ചതാണ്. IPKF ബാക്ക്ഗ്രൗണ്ടിൽ അന്ന് ശ്രീലങ്കയിൽ നമ്മുടെ പട്ടാളക്കാർ പോയി ഇറങ്ങി ഉണ്ടായ ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു സിനിമയെപ്പറ്റി ചിന്തിച്ചു അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് കുറേ പോയി കഴിഞ്ഞപ്പം ഒരു 2 മാസത്തോളം അവിടെ ഇരുന്ന് ഡെയിലി പോകും, അവിടെയൊക്കെ ഡിസ്കഷൻ ഇരിക്കും. ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും അന്ന് N. റാം എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ പുള്ളിയായിട്ട് കമലും ഞാനും ഒക്കെ ആയിട്ട് മീറ്റിങ്ങൊക്കെ നടത്തി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളഞ്ഞു. വേറെ പലരുമായിട്ട് അന്ന് അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത കുറേ ജേർണലിസ്റ്റുകളും ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം കമൽ പറഞ്ഞ് വേണ്ട അത് വിട്ടിട്. രാമസ്വാമി വിളിച്ചിട്ട് പറഞ്ഞത് കമൽ നിനക്കത് വിട്ടേക്ക്, നിനക്ക് ആവശ്യമില്ലാത്ത പണിയാണ്. 2 പെൺപിള്ളേരുണ്ട്, അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ സ്കൂളിൽ പോയി തിരിച്ചു വരുമോ അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് വിട്ടേക്കാൻ പറ്റില്ല. അതോടെ പുള്ളി പറഞ്ഞു നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു. അന്ന് അതങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഒക്കെ ഇല്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനുശേഷം അടുത്ത വർഷമാണ് രാജീവ് ഗാന്ധിയുടെ ഡെത്ത് ഉണ്ടാകുന്നത്. അപ്പം അത് ഡ്രോപ്പ് ചെയ്തപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുമ്പോൾ പുള്ളിക്ക് എന്തായാലും ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യണം, ഇച്ചിരി എക്സെൻട്രിസിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം. അങ്ങനെ കുക്ക് ചെയ്തെടുത്തൊരു സ്റ്റോറിയാണ് ഗുണയുടെ. അപ്പം എനിക്ക് കംഫർട്ടബിൾ ആകാൻ വേണ്ടി എനിക്ക് ഫുൾ ടൈം അവിടെ എനിക്ക് ആ സമയത്ത് ഞാൻ വേറെ പടങ്ങൾ ചെയ്യുന്നുള്ളതുകൊണ്ട് സാബ് ജോണിനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സാബ് ജോൺ വരാൻ കാര്യം ചാണക്യൻ സാബ് ജോണാണ് എഴുതിയത്. അപ്പോൾ കമലുമായിട്ടൊരു റാപ്പ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ കമൽ കംഫർട്ടബിൾ ആയിക്കോട്ടെ, എനിക്കും സാബുമായിട്ട് എൻ്റെ നെയ്ബറാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പം എനിക്കും ഓക്കെയാണ്. വേണുവിനെ ഞാനാണ് അതിലേക്ക് കൊണ്ടുവന്നത്, ക്യാമറമാൻ വേണുവിനെ ഞാനാണ്. അന്ന് ഞാൻ വേണുവുമായിട്ടും 1-2 സിനിമ ദശരഥമൊക്കെ ചെയ്തിരിക്കുന്ന സമയം അങ്ങനെ വേണുവിനെയും അതിലേക്ക് കൊണ്ടുവന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങോട്ട് നീളി ഡിസ്കഷൻ. അപ്പോൾ ബാലകുമാരൻ എന്ന് പറഞ്ഞൊരു റൈറ്ററുണ്ട് തമിഴിൽ, അദ്ദേഹം ഈ ശങ്കറിൻ്റെയൊക്കെ പടങ്ങളൊക്കെ എഴുതുന്നത് പുള്ളിയുണ്ട്, ഇയാളും ഡിസ്കഷനുണ്ട്. അവരും ഇങ്ങനെ കഥ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്നെ അറിയിക്കും. കുറേ കഴിഞ്ഞിട്ട് നീണ്ടു പോവുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കപ്പോഴത്തേക്ക് ഈ ഭരതം ചെയ്യേണ്ട സമയമായി. അപ്പോൾ ലാലാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്റർ ഡേറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാനതിന് ഷൂട്ടിന് പോയി. അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് കമൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഐ എം വെയിറ്റിംഗ് ഫോർ യു ഫോർ ദ ഫാസ്റ്റ് 3 months, വേർ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഐ എം ഡൂയിങ് എ മൂവി, ദാറ്റ് വാസ് മൈ പ്രീവിയസ് കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഐ എം വെയിറ്റിംഗ് ഹിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ തീരെ ഞാൻ വന്നിട്ട് അങ്ങോട്ട് ആ പടം ഇത്ര ടൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 86 ദിവസം കൊണ്ട് തീർത്ത പടമല്ലേ. അതിനായിട്ട് അവിടെ ചെല്ലുമ്പോൾ പുള്ളി പറയുന്നത്, പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഇന്ന ദിവസം ഫോട്ടോഷൂട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ഹൈദരാബാദിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ പറയുന്ന ദിവസം എനിക്ക് കാഞ്ചീപുരത്ത് ഷൂട്ടിംഗ് ഉണ്ട്, ഈ പടത്തിൻ്റെ പാട്ടെടുക്കാൻ പോകണം ഉർവശിയായിട്ട്. അപ്പം ഞാൻ അത് കളയാൻ പറ്റത്തില്ല, എനിക്ക് റിലീസുണ്ട്, ഈ പടത്തിൻ്റെ റിലീസിന് ടൈറ്റ് വർക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വിചാരം ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞാൽ
സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വന്ന് ഈ പുള്ളി മേക്കപ്പൊക്കെ ഇട്ട് കുറേ ഫോട്ടോ എടുക്കും. ഞാൻ വൈകുന്നേരം പോയി ഫോട്ടോ കണ്ടാൽ മതിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഞാനങ്ങനെ കാഞ്ചീപുരത്ത് പോയി ഷൂട്ടും കഴിഞ്ഞ് അന്ന് നേരെ എൻ്റെ വണ്ടി തന്നെ പോയി. കാരണം ഈ പ്രൊഡക്ഷൻ വണ്ടി പോയി ഡിലേ ആണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയി തിരിച്ച് നേരെ കമലിൻ്റെ ഓഫീസ് രാത്രി 7-8 മണിയായപ്പോൾ ചെന്നു. കാഞ്ചീപുരം 1.5 മണിക്കൂർ ട്രാവലുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്കും പുള്ളി പിടങ്ങി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഫുൾ ഫ്ലഡ്ജ് ഷൂട്ടായിരുന്നെന്ന്. ഡയറക്ടർ ഇല്ലാതെ എപ്പോഴും ഷൂട്ട് ചെയ്യുമോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച പോലെ വേറെന്താ ക്യാമറ സ്റ്റിൽ ഫോട്ടോ ഷൂട്ടായിരുന്നില്ല. അപ്പം അത് പുള്ളി എന്നെ കാണാൻ തയ്യാറായില്ല. പുള്ളി ഓഫീസിൽ ഇരിപ്പുണ്ട്. പക്ഷേ DNS ഞാനും കൂടെ താഴെ ഇരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ DNS അവർ വരാതെ സാർ, അവർ ரொம்ப കോപത്തിലിരിക്കുക, നാളത്തെ ടിക്കറ്റിങ് ക്യാൻസൽ ചെയ്ത്, ഹൈദരാബാദിൽ പറഞ്ഞ ടിക്കറ്റിങ് ക്യാൻസൽ. ശരി, ഇത് എനിക്ക് വേറെ I am helpless. കാരണം ഞാൻ ഈ പടം റിലീസ് ചെയ്ത പടത്തിന് പുറകെ നിൽക്കുകയാണ്. ഇത്രയും കാലം ഞാൻ 4-5 മാസം അതിന് മുമ്പ് ഇതിൻ്റെ കൂടെ ഇരുന്നതാണ് ഫുൾ ടൈം. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ്, പിന്നെ നമുക്ക് പിരിയാമെന്ന് പറഞ്ഞ് ഞാൻ മാറി. അപ്പോഴാണ് പിന്നെ സന്താന ഭാരതി എന്ന് പറയുന്ന പുള്ളി 1-2 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കമലിൻ്റെ ഓഫീസിൽ സ്ഥിരമായിട്ട് അവിടെ വരുന്ന ഒരാളാണ്. കമലിൻ്റെ ഒരു സന്തത സഹചാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും നമ്മുടെ ഡിസ്കഷൻ സമയത്തൊക്കെ അദ്ദേഹം അപ്പുറത്തെ ഓഫീസിലൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ പുള്ളിയെ വെച്ചിട്ട് കമലാണത് ചെയ്തത്. അപ്പോൾ വേണുവൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, അവൻ വേണു വർക്ക് ചെയ്യുകയാണ്, അത്ര മൂവ് ചെയ്തല്ലേ, നിങ്ങൾ വർക്ക് വേണമെന്ന് മാറണ്ടെന്ന് പറഞ്ഞു. സാബും അതിനകത്ത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഈ ഗുണ കേബൊന്നും പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ലൈറ്റിലേക്ക് വരികയും വേണുവിൻ്റെ ഇൻ്റർവ്യൂവിനകത്തൊക്കെ അത് പറയുന്നുണ്ട്. വേണുവിനെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാകും. അല്ല, ആക്ച്വലി അന്നാ പോകുന്നത്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അന്നുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അതിന് മുമ്പ് തന്നെ നമ്മൾ 1-2 സീനിയർ ഡയറക്ടേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നീ പോയാൽ നിനക്ക് അത് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഹി വിൽ ഇൻ്റർഫിയർ അല്ല. കാരണം അദ്ദേഹം നല്ല നോളജുള്ള ആളാണ്, എല്ലാത്തിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അറിവുള്ള ആൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയും. നമ്മൾക്ക് പക്ഷേ അത് ആ ശീലമില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത്രമാത്രം നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ 1-2 ഇൻസിഡൻസിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ അറിയാതെ ഡിസിഷൻസൊക്കെ എടുക്കാൻ തുടങ്ങുന്നു. കോസ്റ്റ്യൂംസൊക്കെ തീരുമാനിക്കുന്നു. ഈ സരിക അദ്ദേഹത്തിൻ്റെ അന്ന് സരികയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറേ കോസ്റ്റ്യൂംസൊക്കെ എന്നെ കാണിച്ചു, ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇത് ആര് പറഞ്ഞു, അല്ല കമലിൽ ഞാൻ ഡിസൈഡ് ചെയ്തതാണ്. പിന്നെ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ളത് എനിക്ക് ബോധ്യമായി. ഇനി അങ്ങോട്ട് പോയാലും ഇതല്ല. അങ്ങനെ ഭരതേട്ടനും വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഭരതേട്ടനും പ്രോബ്ലംസ് ഉണ്ടായി. ഭരതേട്ടനും ഇടയ്ക്ക് വെച്ച് മാറുകയുണ്ടായി. എന്താണ് മറ്റേ തേവർമ്മ. അതിനുശേഷം കമലുമായിട്ട് വേറെ കുഴപ്പമില്ല. 1-2 പ്രാവശ്യം കണ്ടു. ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ മുഖം തിരിച്ചൊക്കെ പോയി. പിന്നെ ഒരിക്കൽ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി പറയുന്നു വന്നിട്ട് എന്നെ ഹഗ് ചെയ്തു. അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് മാറി. കുറച്ചാൾ പുള്ളി ഇങ്ങനെ കാണുമ്പോഴൊക്കെ കാണാത്ത പോലെയൊക്കെ നടിക്കുക. എയർപോർട്ടിൽ വെച്ച് കണ്ടു. നാഷണൽ അവാർഡിന് ഒരുമിച്ച് ഞങ്ങൾ ഒരേ ദിവസമായിരുന്നു. അവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ പുള്ളി ഇങ്ങനെ കണ്ടില്ല എന്ന് നടിച്ചു പോയി. അപ്പം പിന്നെ ഒരിക്കൽ ഞാൻ ABM സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പറയുന്ന ആരോ വന്നിട്ട് എൻ്റെ പുറത്ത് തട്ടിയിട്ട് ഇങ്ങനെ പുറയുന്ന പിടിച്ചു. അപ്പം ഞങ്ങൾക്ക് ഇദ്ദേഹമാണ്. അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ അധികം കണ്ടിട്ടില്ല. കാണാൻ അല്ലെങ്കിൽ പൊതുവേദിയിലൊക്കെ ഒരുമിച്ച് ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഡയറക്ടർ ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല. അത് അന്ന് ഈ വിഷയം ഞാനേതോ മാഗസിനിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു, ഞാനയിലോ മറ്റോ. അത് പുള്ളിയെടുത്ത് ആരോ പോയി പറഞ്ഞു. അതാണ് പുള്ളിക്ക് പെട്ടെന്ന് എന്നോട് പിണക്കം തോന്നിയത്. പിന്നീട്